അപ്പൊ നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ മറ്റേണിറ്റി കിറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് പേർക്ക് സംശയമുണ്ട്, നമ്മൾ മറ്റേണിറ്റി കിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് സ്റ്റോപ്പ് ചെയ്തോ എന്നുള്ള കാര്യത്തിൽ. നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഹോസ്പിറ്റലിൽ കിറ്റ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റേണിറ്റി കിറ്റ് നമ്മൾ ഇപ്പോഴും സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തേക്കും അയക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ആയിരുന്നു, അതുപോലെ അതായത് കേരള, അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരള ആയിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളത് ഔട്ട്സൈഡ് ഇന്ത്യ കൂടി, അതായത് പുറത്തേക്ക് ഉള്ള കൺട്രീസിലേക്കും കൂടെ നമ്മൾ അയക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് പറയാം. നമ്മൾ ഏകദേശം 3 വർഷത്തിന് മേളിൽ, 4 വർഷമോ അതിലും കൂടുതലായിരുന്നു തോന്നുന്നു നമ്മളിപ്പം ബാഗ് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇൻക്ലൂഡ് ചെയ്തത്. അന്ന് നമ്മുടെ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ ഐഡിയ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഷോപ്പിലേക്ക് ഇങ്ങനെ ആൾക്കാർ വിളിച്ചിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊന്നും സോർട്ട് ചെയ്തിട്ട് ചേച്ചിയോട് ചോദിച്ചു സോർട്ട് ചെയ്തിട്ട് കൊണ്ടുതരാവോ എന്ന് ചോദിച്ചെടുത്തു നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം, എന്നാൽ ഇതൊരു കിറ്റ് ആക്കി കംപ്ലീറ്റ് ആക്കിയിട്ട് അയക്കാം എന്നുള്ളത് തുടങ്ങിയത്. അപ്പൊ ഞാൻ അന്ന് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, അത്രയും വർഷം മുന്നേ ആണത്. അപ്പോൾ നമ്മൾ ഇപ്പം ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ സോപ്പ്, അതുപോലെ ബോഡി ലോഷൻ, ആ സംഭവങ്ങളൊക്കെ അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കേട്ടോ. കാരണം അത് ആവശ്യമുള്ളവര്, കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല സോപ്പൊന്നും. പിന്നെ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ മേടിക്കാമല്ലോ, ഏത് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാന്ന് നോക്കിയിട്ട്. അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി ബാക്കി സാധനങ്ങളാണേ ഉള്ളത്. 2 ടവൽസ്, വലിയ ടവൽസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അതായത് ഇത് ശരിക്കും റിസീവിങ് ടവൽ ആയിട്ടാണ് വരുന്നത് നമുക്ക്. ഇത് ഒരു റാപ്പർ, മസ്ലിൻ റാപ്പർ. ഞാൻ ഇതിന്റെയൊക്കെ സൈസ് ഒക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടേ, നമ്മുടെ ഷോർട്സ് ഒക്കെ. അപ്പോൾ അങ്ങനെ 2 എണ്ണം വരുന്നു. ഇതും അതുപോലെ തന്നെ കേട്ടോ, ഇതിന്റെ വ്യൂ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് 2 ടവൽസ് വരുന്നത്. പിന്നെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു സിംഗിൾ ടവല് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. ഇതാണ് സിംഗിൾ ടവല്. ഇതിന്റെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. അപ്പൊ അതാണ്, അങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ 3 ടവൽസ് കുഞ്ഞിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഒരു സിംഗിൾ മസ്ലിൻ, ഇത് നമുക്ക് ബാത്ത് ടവലായിട്ട് യൂസ് ചെയ്യാവേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടവലുണ്ട്. പിന്നെ ഇതൊരു ലാർജ് ബാത്ത് ടവൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ധാരാളം മതി കേട്ടോ, കുഞ്ഞ് ഒരു വയസ്സാവുന്നവരെയൊക്കെ യൂസ് ചെയ്യാനായിട്ട്. 1 വയസ്സൊന്നും അല്ല, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം മോന് യൂസ് ചെയ്യുന്നത് ഇതേ സെയിം വലിപ്പത്തിലുള്ള സാധനമാണ്. അപ്പോൾ ഇത് പ്യുവർ കോട്ടണിൽ വരുന്ന സംഭവമാണ്. അപ്പൊ അതാണ് അടുത്ത വരുന്ന 2 ഐറ്റംസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്, ഫേസ് ടവൽസ്. ഇത് കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാത്തതുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫേസ് ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെ ചെറിയ കുരുക്കൾ പല കാരണങ്ങളുണ്ടാവും. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് പാല് വീഴുന്നതാണ്. പല കാരണങ്ങളിൽ ഒന്ന് കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പാല് കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ കണ്ണിൽ നമുക്ക് പിള കെട്ടുന്നുണ്ടാവും കുഞ്ഞുങ്ങൾക്ക്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് മുക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് തുടച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ അതൊരു 6 എണ്ണത്തിന്റെ പായ്ക്കാണ് വരുന്നത്. അത് മതിയാവും നമുക്ക് അത്യാവശ്യം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്യുക്ക് ഡ്രൈ ഷീറ്റ്. നമുക്ക് സൈസ് മീഡിയം ആണ് വരുന്നത്. സ്മോൾ അല്ലെങ്കിൽ മീഡിയം മതി നമുക്ക് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ നമ്മൾ സ്മോൾ അല്ല, മീഡിയം ആണ് ഇൻക്ലൂഡ് ചെയ്യിച്ചേക്കുന്നത്. പിന്നെ വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ജബ്ലാസ് അല്ലെങ്കിൽ ന്യൂ ബോണിന്റെ ഡ്രസ്സസ്. അപ്പൊ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചേക്കുന്ന 5 എണ്ണമാണ്. ഇതിൽ ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പൊ 5 എണ്ണം. ഇത് ഇങ്ങനത്തെ ഈ പ്ലെയിൻ കോട്ടൺ വരുന്നതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അങ്ങനത്തെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്ലിന്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചേക്കുന്ന പ്രോഡക്റ്റ്. പിന്നെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ 5 കോട്ടൺ നാപ്പിയുടെ ഒരു സെറ്റ്, 5 എണ്ണം, ഏതെങ്കിലും റാൻഡം കളേഴ്സ്. അപ്പോൾ അതാണ് അടുത്തത്. ഇത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണല്ലോ. പിന്നെ ഒരു ന്യൂബോൺ ഡയപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. ഡയപ്പർ നമ്മൾ ഒട്ടിക്കുന്ന ടൈപ്പാണ്. കാരണം തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഒട്ടിക്കുന്നതാണ് അവർക്ക് സേഫ് വരുന്നത്. പാൻറ് പോലെ കയറ്റിയിടുന്നതിനേക്കാളും അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുഞ്ഞു കാലൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട്
പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട മിറ്റൻ ബൂട്ടീസ് ആൻഡ് ക്യാപ് സെറ്റ്. ഒരെണ്ണം ഇതിങ്ങനെ മിറ്റൻ ബ്യൂട്ടിയുടെ ബൂട്ടി ആൻഡ് ക്യാപ്പിന്റെ സെറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇത് മിറ്റൻ സെറ്റ് എക്സ്ട്രാ വേറെ ഒരെണ്ണം. പിന്നെ അതുപോലെ ഒരു സെറ്റ് സോക്സും കൂടെ കുഞ്ഞുങ്ങൾക്ക് ന്യൂ ബോൺസിന് വേണ്ടിയിട്ട് സെറ്റ് സോക്സ്. അപ്പൊ ഇത്രയും സോക്സിന്റെയും ഇതും എല്ലാം കൂടെ ആവശ്യം ഉണ്ടാവുള്ളൂ നമുക്കൊന്ന് കുറച്ച് നാളത്തേക്കൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ കുറച്ച് നാൾ മാത്രമേ നമ്മളിങ്ങനെ കാലിലും കയ്യിലും ഒക്കെ ഇത് ഇടിച്ച് കുഞ്ഞുങ്ങളെ കവർ ചെയ്യേണ്ടുള്ളൂ. ഇപ്പൊ ഇനിയുള്ള കുറച്ച് മാസങ്ങളിലേക്ക് നല്ല തണുപ്പൊക്കെ ഉണ്ടാവും, അപ്പം അത്യാവശ്യമായിരിക്കും. അല്ലാത്തപ്പോ അങ്ങനെ വലിയൊരു ആവശ്യം വരുന്നില്ല ഈ ഒരു സംഭവത്തിന്റെ. അതാണ് പിന്നെ വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഇത് വൈപ്സ് നമ്മൾ 98% പ്യുവർ വാട്ടർ കണ്ടന്റ് ഉള്ള വൈപ്സ് ആണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ബർപ്പിംഗ് ക്ലോത്ത്. അതായത് നമുക്ക് ഗ്യാസ് തട്ടിക്കളയാനായിട്ട് വളരെ അത്യാവശ്യമാണല്ലോ. അപ്പം ഇതുപോലെ നമുക്ക് ഇങ്ങനെ തോളത്തിട്ടിട്ട് കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് തട്ടിക്കൊടുക്കാനായിട്ട് ബർപ്പിംഗ് ക്ലോത്ത്, അതും ഒരെണ്ണമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മൾ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഏതെങ്കിലും ഒരു ചെറിയൊരു കിലുക്കി. അപ്പം ഇത് നമുക്ക് ആദ്യമേ തന്നെ, അതായത് ഹോസ്പിറ്റലിൽ വെച്ചൊന്നും ആവശ്യമില്ല, എന്നാലും അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വേണ്ട ഒരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്, ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നെയിൽ കട്ടർ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം, കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞു നഖം നല്ലപോലെ നീണ്ടു നിൽപ്പുണ്ടാവും. അതെവിടെയെങ്കിലും ഒക്കെ അവരുടെ തന്നെ ദേഹത്ത് കൊണ്ടിട്ട് മുറിയുമല്ലോ, മുഖത്തോ, അവരെപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു നെയിൽ കട്ടർ എപ്പോഴും അത്യാവശ്യമാണല്ലോ. അങ്ങനെ ഒരു കുഞ്ഞു നെയിൽ കട്ടർ ഉണ്ട്. താടകണ്ണ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം ആയതുകൊണ്ട് ഒരു സോപ്പ് ഡിഷ്. ഒരു സോപ്പ് ഡിഷ്, ഏതെങ്കിലും ഒരു സോപ്പ് ഡിഷാണ് കേട്ടോ. അപ്പം ഈ സോപ്പ് ഡിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇതും കൂടെ വരുന്നുണ്ട്. ഇത് എക്സ്ട്രാ, ഇത് നമുക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇപ്പം ഇൻക്ലൂഡ് ചെയ്യിച്ചേക്കുന്നത്. ഇതിനകത്ത് ന്യൂമം പാഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ന്യൂമം പാഡൊന്നും ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നില്ല, എന്നാൽ കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. പിന്നെ ഇത് നമ്മുടെ രണ്ട് ചെറിയ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് എന്നോ ചെയിന്നോ കരിവളാന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഈ സാധനം ഒരിക്കലും പോവില്ല കേട്ടോ. ഇതേന്ന് ഇങ്ങനെ ഊരിപ്പോയാലല്ലാതെ ഈ സംഭവം പൊട്ടിപ്പോവാ അങ്ങനെ ഒന്നുമില്ല. തെച്ചുകുട്ടിക്ക് അന്ന് വാങ്ങിച്ചിട്ടത് ഇപ്പോഴും ഉള്ള കൈ കിടപ്പുണ്ട്. നല്ല രസം അത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇങ്ങനെ രണ്ട് കയ്യിലും ഇട്ടേക്കുമ്പോൾ കാണാനായിട്ട്. അപ്പൊ അതും ഒരു സെറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ മറ്റേണിറ്റി കിറ്റിൽ വരുന്നത്. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇതിൽ നിന്ന് മാറ്റാൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. നമ്മുടെ റോംബേഴ്സ്, ന്യൂ ബോൺ റോംബേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഷോപ്പിൽ വിളിച്ചിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഉച്ചവരെ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ. അപ്പൊ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവും. അതല്ല വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് കിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പൊ ഒരുപാട് പേര് ആ പഴയ വീഡിയോയുടെ താഴെയൊക്കെ ഒന്ന് കമന്റ് ചോദിക്കുന്നുണ്ട്, ഇതാ ഇപ്പോഴും അവൈലബിൾ ആണോ, ഉണ്ടോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഉണ്ട്. 1000 രൂപ തൊട്ട് മുകളിലേക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ തന്നെ വാങ്ങിക്കണം എന്നില്ല. അതേസമയം ഇതിങ്ങനെ തന്നെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി അവിടെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.